ഹായ് ചെയ്യുന്നവരെല്ലാം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വാരണാസിയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അത് ഇന്നത്തെ ദിവസം നമ്മൾ ഇറങ്ങുന്നത്. എത്തിയിട്ട് 2 ദിവസമായി. നമ്മൾ ഒരു ദിവസം രാത്രിയാണ് നമ്മൾ എത്തുന്നത്. അന്ന് തന്നെ നമ്മൾ റൂം കിട്ടാൻ വേണ്ടിയിട്ട് 11 മണിയായി. 11 മണിക്ക് നമുക്ക് കിട്ടിയ റൂമാണത്. നമ്മൾ ഈ റൂം എടുത്തുള്ള 1000 റുപ്യക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ വണ്ടി കംപ്ലൈൻ്റ് ആയി. വണ്ടി സ്റ്റാർട്ട് ആവണില്ല. വണ്ടി സ്റ്റാർട്ടിങ് പ്രോബ്ലം ആയപ്പോൾ വീണ്ടും ഈ റൂം ഒരു ദിവസത്തേക്കും കൂടി നീട്ടി. ഇന്നപ്പോൾ ഞങ്ങൾ വെക്കേറ്റ് ചെയ്യണം. നമുക്ക് നടക്കൂല ഗൈസ്, നമുക്ക് റൂമൊന്നും നടക്കൂല. കാരണം എന്താ വെച്ചാൽ റൂമേ നടക്കൂല. നമ്മൾക്ക് നല്ല ഇനി ഇത്തരത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ആർക്കും ഒന്നിൽ കൂടുതൽ ദിവസമൊന്നും റൂം നടക്കൂല. ഇനിയിപ്പോൾ ക്ഷീണം കൊണ്ട് ഒരു ദിവസം 2 ദിവസം എടുത്ത് നിന്നേക്കാം. അത് നമുക്ക് ശരീരത്തിന് ബുദ്ധിമുട്ടായിട്ടൊക്കെ നിന്നേക്കാം. അല്ലാതെ നമ്മളെ കൊണ്ട് നടക്കൂല ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഇത് ഭയങ്കര ചിലവാത്. ഏതായാലും അത് നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പോൾ 2 ദിവസം പോയി പോട്ടെ. ഞങ്ങൾ ഇറങ്ങുവാണ്. നമ്മൾ അസീഘട്ടിൻ്റെ സൈഡിലേക്ക് വിടുന്നത്. അസീഘട്ടിൻ്റെ അവിടെ എവിടെയെങ്കിലൊക്കെ പാർക്ക് ചെയ്യണം. നമ്മൾക്ക് അറിയുന്ന ആളുകളോടൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ അവരൊക്കെ ഇവിടെ വന്ന ആളുകളൊക്കെ പറയുന്നത് അസീഘട്ടിൻ്റെ സൈഡിൽ, അതുപോലെ തന്നെ അവിടെ നിന്ന് ആ ഒരു ഭാഗത്ത് കൂടെ അങ്ങനെ ഒരു പാർക്കിംഗ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ പോയാൽ മതി. അതിൽ പോയാൽ നിങ്ങൾക്ക് വണ്ടി സ്വസ്ഥമായിട്ട് നിർത്താനും നിങ്ങൾക്ക് കിടക്കാനും കുക്ക് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലം ഉണ്ട് എന്നാണ്, കിട്ടും എന്ന് തന്നെ കരുതുന്നത്. ഇന്നലെ രാത്രി നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താ വെച്ചാൽ രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് കരുതിയിട്ടാണ്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 8 മണിയാണ്. 8 മണിക്കാണ് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. കുളി കഴിഞ്ഞിട്ടുണ്ട്. മുടി നോക്കണ്ട. മുടിയുടെ വെളിച്ചെണ്ണല്ല നമ്മളെടുത്ത്. നമ്മൾ വണ്ടി ചെന്നാലേ അത് ക്ലിയർ ആക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മളെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ വന്നവർക്ക് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അത് തീരെ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന്, അതുപോലെ നിങ്ങളുടെ അയൽവാസികൾ, പിന്നെ നിങ്ങൾ കുടുംബത്തിന് അല്ലേ, പിന്നെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത്, അങ്ങനെ ഒരുപാട് ആളുകളായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മുടെ ചാനൽ പരിചയപ്പെടുത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അങ്ങനെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഉള്ള സബ്സ്ക്രൈബർ കൗണ്ട് ഒന്നുകൂടി കൂടാൻ, നമ്മുടെ ഫാമിലി ഒന്ന് വലുതാവാൻ സാധ്യതയുണ്ട്. യാത്ര ആരംഭിച്ചിട്ട് ഞങ്ങൾ ഏകദേശം 1 കൊല്ലത്തോളമൊക്കെ ആയി. ഇപ്പോഴും ഞങ്ങൾക്കുള്ള സബ്സ്ക്രൈബേഴ്സാണത്. അപ്പോൾ ദയവേദി നിങ്ങളൊക്കെ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകളല്ലേ. നിങ്ങളെപ്പോലെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമുക്ക് കിട്ടും അല്ലേ. എന്നാൽ ഞങ്ങൾ ഇറങ്ങി പോട്ടെ. നമ്മളെ കെട്ടും മാറാപ്പൊക്കെ ആയിട്ട് കെട്ടിക്കൂട്ടി വെച്ചിരിക്കണ്. അതാ നമ്മുടെ അടുത്ത് ബാഗൊന്നും ഇല്ലല്ലോ. ആര് കണ്ടു ഇതൊക്കെ റൂം എടുക്കുന്നതൊക്കെ. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടോ. ഒന്നും മറക്കണ്ട. ഒക്കെ ഒന്നും കൂടി നോക്കിക്കോളാം. ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റ് നമുക്ക് അവിടെ നിന്ന് എടുക്കാം. ഓഫീസിൻ്റെ അവിടെ നിന്ന് കീ കൊടുക്കണ്ടേ. അങ്ങനെ ഈ അധ്യായം ഇവിടെ അവസാനിച്ചു. റൂം അല്ലെങ്കിൽ ഞങ്ങൾക്ക് റെങ്കില്ല ഗൈസ്. നമ്മളതിൽ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ കുറേയൊക്കെ പേര് ഒരു ദിവസങ്ങൾ റൂം എടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ ഇതിൽ പെട്ടു കേട്ടോ. ഞാൻ പറയരുത്. ആ റിസപ്ഷൻ ഇതാണ്. ഇവിടെ നമ്മൾക്ക് നമ്മളുടെ കീ കൊടുക്കാം. കീ കൊടുത്തിട്ട് നമ്മൾ വെക്കേറ്റ് ആവുകയാണ്. നമ്മളുടെ വണ്ടി ഇത് അവിടെ കിടക്കണം. ഇപ്പോൾ ടൗണിലുണ്ട്. ഇപ്പോൾ തിരക്ക് കുറവാണ് ഈ നേരത്ത്. ഇല്ലെന്നാണെങ്കിൽ നല്ല തിരക്കായിരിക്കും. വണ്ടി ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ട് തന്നെ കരുതുന്നുണ്ട്. എന്നാലും അപ്പുറത്തിട്ടിട്ട് പോലും ഒന്നും പോയില്ല. സാധനങ്ങളൊക്കെ ഉണ്ട്. അതിന് വണ്ടി തുറന്നൊക്കെ എടുത്തേക്കട്ടെ. നമ്മൾക്ക് ഇവിടെ നിന്ന് അസീഘട്ടിലേക്ക് 1.7 കിലോമീറ്ററാണ് കാണിക്കണേ. അപ്പോൾ ഇപ്പോൾ തിരക്കില്ലാത്തതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് എത്താൻ വേണ്ടി പറ്റും എന്ന് കരുതണേ. തിരക്കായി കഴിഞ്ഞാൽ തിരക്കാണ്. പിന്നെ താഴത്തൊന്നും തിരക്കില്ല. ഉറപ്പാക്കും കൂടി അഞ്ചാതി തിരക്കാണ്. അസീഘട്ട് കൂടെ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്ഥലങ്ങളുണ്ട്. ഇതേപോലെ റോഡിൻ്റെ സൈഡ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് കിട്ടുമോ നോക്കുവാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് കുക്ക് ചെയ്യാനും കൂടി പറ്റുവാണെങ്കിൽ സുഖമായി. ഞങ്ങൾ അസീഘട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ദശധാരഘട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ഉണ്ടാക്കുക ഗ്യാപ്പ്. ഇവിടെ എന്താ വെച്ചാൽ ഗ്യാപ്പ് പാർക്ക് ചെയ്യാനുള്ള സംഭവമുണ്ട്. പക്ഷേങ്കിൽ നമ്മൾക്ക് കുക്ക് ചെയ്യാനും കൂടി പറ്റിയ രീതിയിലാണെങ്കിൽ കുറച്ച് സൗകര്യമായി, നല്ല സൗകര്യമാവും. ഇനിയിപ്പോൾ ദശധാരഘട്ടിൽ പോയിട്ട് അവിടെ ഉള്ളോടത്ത് നിർത്താന്നുള്ള ധാരണയിലാണ്. അവിടുന്ന് പിന്നെ വേറെ സെലക്ഷൻ ഇല്ല. 9:15 സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുക തന്നെയാണ്. നമ്മളുടെ വണ്ടി ഏതായാലും നമ്മുടെ കയ്യിലുണ്ട്. നമ്മളിവിടെ ചായ ഉണ്ട്. ബോരിയും ചായയും കുടിച്ചാലോ? ഒന്നും കഴിച്ചില്ലേ? 9:15 സമയം. ബോരിയും ചായയും കുടിക്കാം. എന്നിട്ട് തപ്പ സ്ഥലം. ഞങ്ങൾ വീണ്ടും അസീഘട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ചെറിയൊരു വഴിയാണ്. ഗില്ലികളെ അതിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളതിൽ ഓട്ടോറിക്ഷ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലൊക്കെ സഞ്ചരിക്കാൻ വേണ്ടി പറ്റുമല്ലോ. പക്ഷേങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഡ്രൈവിങ്. അതുപോലെ തന്നെ വളരെ തിരക്കാണ് അല്ലേ. രാവിലെ തൊട്ട് 1:30 വരെ ഉണ്ടാവും. ഇതുണ്ട് അവിടുത്തെ ലോഡ് വണ്ടിയാണ് ഇതൊക്കെ.
ഈ എന്താ പറയുക ഈ തെരുവോരങ്ങളിലൂടെ അയ്യോ ആ സൈക്കിൾ നമുക്ക് തട്ടി ഇതാണ്ടെങ്കിൽ ഇത് ഇവിടുത്തെ മുളയാണ് ഈ കൊണ്ടുപോകുന്നത്. ഇവിടുത്തെ ലോഡ് വണ്ടികളാണ് ഇതൊക്കെ. ഇവിടുത്തെ ഗല്ലികളിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വണ്ടികളാണ്. ആ തട്ടരുത് അതൊക്കെ ഇവിടെ ഭയങ്കര റിസ്ക്കാണ് വണ്ടി ഓട്ടാം. ആളുകളും ഇവിടുത്തെ ബൈക്കുകാരും പിന്നെ ഇത്തരത്തിൽ സൈക്കിൾ വണ്ടികളും അങ്ങനെ ഒരുപാട് വണ്ടികൾ ഉന്തുവണ്ടികൾ കണ്ടോ. ഈ സൈക്കിൾ വണ്ടി കണ്ടോ ലോഡ് കൊണ്ടുപോകണേ. അപ്പൊ അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെയാണ് ഈ ഗല്ലികളിലൂടെയൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ. ഇതൊരു മെയിൻ റോഡാണ്, വൺ വേ ലൈൻ റോഡാണ്. ഇതൊക്കെ തിരക്കാണ്, എന്താ ചെയ്യാ ഗൈസ്. അങ്ങനെ നമ്മൾ റൂം വേണ്ടെന്ന് വെച്ചിട്ട് ഒരു പാർക്കിങ്ങിൽ എത്തിയിരിക്കുകയാണ്. ഒരു പാർക്കിംഗ് ആണിത്. ഇത് പേ പാർക്കിംഗ് കേട്ടോ. എടാ മോനെ എന്താ പരിപാടി? ബാറ്ററി എടുക്കണം. ആ അപ്പോൾ ഞങ്ങളിപ്പോൾ പാർക്കിങ്ങിലാണല്ലോ. ഇതിന് മുമ്പ് ഞങ്ങൾ നിങ്ങൾക്കറിയാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 12:30 രാവിലെ 8 മണിക്ക് ഇറങ്ങിയിട്ട് പല ഘട്ടുകളിലും പല സ്ഥലത്തും റെയിൽവേ സ്റ്റേഷൻ അടക്കം വരുന്ന എല്ലാ ഏരിയകളും ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരു പാർക്കിംഗ് നമുക്ക് എവിടെയെങ്കിലും കിട്ടുമെന്ന്. പാർക്കിംഗ് കിട്ടുമോ വെച്ചാൽ പേ പാർക്കിംഗ് ഉണ്ട് ഇവിടെ, നല്ല ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഉണ്ട്. പക്ഷേ പേ പാർക്കിൻ്റെ പ്രശ്നം എന്താ അറിയോ? ഇത് പേ പാർക്കിംഗ് ആണ്. ഒരു ദിവസത്തിന് 24 മണിക്കൂറിന് 300 റുപ്യാണ് അല്ലേ? ഒരു ദിവസത്തിന് 300 റുപ്യക്കാണ് ഇപ്പോൾ ഈ വണ്ടി അവിടെ പാർക്ക് ചെയ്ത്. അങ്ങനെ ഞാൻ ഒരു ദിവസത്തിന് 300 റുപ്യ വെച്ച് ഞങ്ങൾ എത്ര ദിവസം നടക്കണ്ടോ അത്രയും ദിവസം കൊടുക്കണം. ഒരു ദിവസത്തിന് നമുക്ക് റൂമാണെങ്കിൽ 1000 റുപ്യ. അതിലിപ്പോൾ 700 റുപ്യ ലാഭം. നമ്മുടെ വണ്ടി സേഫാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിലുള്ളത്. വണ്ടി സേഫാണെന്ന് അറിയാൻ കാരണം ഇവിടെ ഗേറ്റ് കാര്യങ്ങളുണ്ട്. ആ കാണുന്ന ചോപ്പ് തുണി പുതച്ചിട്ടുള്ള ആളുണ്ടല്ലോ, അദ്ദേഹം എപ്പോഴും നമ്മളുടെ ഈ ഒരു പാർക്കിങ്ങിലുണ്ടാവും. നമുക്ക് ധൈര്യമായിട്ട് നമ്മളെന്താ വെച്ചാൽ നമ്മൾ വണ്ടി എടുത്താണ്ട് നമ്മൾ എവിടേക്കും പോകുന്നില്ല. നമ്മൾ ഇവിടുന്ന് ഓട്ടോറിക്ഷകൾ എടുത്തിട്ട് യൂസ് ചെയ്തിട്ടാണ് പോകുന്നത്. അതായത് ഷെയർ ടാക്സിയൊക്കെ എടുത്തിട്ട് അങ്ങനെയാണ് ഓരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ ഡ്രൈവ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നത് പിന്നെ നമ്മൾക്ക് ഒരു സ്ഥലത്തേക്ക് എത്തി അവിടെ നിന്ന് വീണ്ടും ഇവിടേക്ക് എത്തണമെങ്കിൽ ടൈം ഒരുപാട് വേസ്റ്റ് ആവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത്തരത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം 300 റുപ്യ വെച്ച് ഉള്ളൊരു പാർക്കിങ്ങിലാണ് ഞങ്ങളുള്ളത്. ഉണ്ടോ എന്തോ ചെയ്യണേ? ഒന്നും ചെയ്യാല്ല. ഇതല്ലാതെ വേറെ നിവർത്തിയില്ല. കാരണം ഞങ്ങൾ തെരഞ്ഞ് തോന്നി. രാവിലെ തുടങ്ങി. ഇന്നത്തെ ദിവസം നമുക്ക് എവിടെയും പോകാൻ വേണ്ടി പറ്റിയില്ല. ഞങ്ങളെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറക്കും. നല്ല കറക്കൽ കറക്കും. ഒരു ഈ വാരണാസിയിലെത്തിയിട്ട് പൈസക്ക് ചിലവന്നെ തൊട്ടാ പൈസ. അതും ചില്ലറ ഒന്നല്ല പോണതൊക്കെ ഒരു പോക്കാണ്. ഏതായാലും ഇവിടെ പരമാവധി പെട്ടെന്ന് എല്ലാം എക്സ്പ്ലോർ ചെയ്ത് എത്രയും പെട്ടെന്ന് വാരണാസി വിടണം എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങളിപ്പോൾ അല്ലേ ഷട്ടപ്പെട്ട് പറഞ്ഞ് തീർക്കുക പോവുക. ഞാൻ പിന്നെ പറഞ്ഞ പോലെ ഞങ്ങളിപ്പോൾ ഇനി പോകാൻ പോകുന്നത് മണികർണിക ഘട്ടിലേക്കാണ്. ഇപ്പം ഉള്ളത് ആസിഘട്ടിലാണ്. ആസിഘട്ടിൽ നിന്ന് നമ്മൾ നടന്ന് 3 കിലോമീറ്റർ ഉള്ളത്. 3 കിലോമീറ്റർ നടന്നാണ് ഞങ്ങൾ പോകുന്നത്. കാരണം ഗംഗയുടെ തീരത്ത് കൂടെ നമുക്ക് നടന്ന് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓരോ ഘട്ടുകളും അതിൻ്റെ ഇടയിൽ വരുന്ന ഘട്ടുകളും കാര്യങ്ങളൊക്കെ അഘോരി ഘട്ട് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ നമ്മൾക്ക് വാരണാസിയിലേക്ക് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. വാരണാസി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ആദ്യം കാശിയായിരുന്നു, പിന്നെ ബനാറസായി, ഇപ്പോൾ വാരണാസിയായി. അങ്ങനെ പേരിന് തന്നെ മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു നാടാണ് വാരണാസി എന്ന് പറയുന്നത്. ഈ ഒരു നാട്ടിലേക്ക് ഒരുപാട് പേര് മരിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാൻ തോന്നുന്നു. മരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് റൂം എടുത്ത് നിൽക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ മണികർണഘട്ടിലൊക്കെ നമ്മളുടെ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നത് 24 മണിക്കൂർ ദഹിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്തരം കാഴ്ചകളിലേക്ക് നമ്മൾ ഇറങ്ങുവാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ സ്ട്രീറ്റുകളിലേക്കൊക്കെ നമ്മൾ ഇറങ്ങുവാണ്. ഈ 3 ദിവസം നമ്മൾ ഇന്നത്തെ ദിവസം എന്തായാലും ഫുഡ് ഇനി ഉണ്ടാക്കാൻ ടൈമില്ല. അപ്പോൾ നാളെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുക്ക് ചെയ്യാനൊക്കെയുള്ള സൗകര്യമുണ്ട്. നാളെയൊക്കെ നമുക്ക് അത്തരത്തിൽ ചിന്തിക്കാം. ഏതായാലും ഈ ഒരു ഗംഗയുടെ തീരത്തേക്ക്, ഈ ഒരു വാരണാസിയുടെ ഈ ഒരു പൈതൃകത്തിൽ ഈ ഒരു വിശ്വാസത്തിലേക്കൊക്കെ ഞങ്ങൾ ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി പോവാണ്. വെറും കേട്ടുകേൾവി ഒരു കഥ പോലെ കേട്ടുകേൾവി മാത്രമുള്ള സംഭവത്തിലേക്ക് ഞങ്ങൾ നേർക്കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. കൂട്ടത്തിൽ നമ്മളുടെ ഈ ഒരു ക്യാമറയുണ്ട്, നിങ്ങൾക്കും കാണാം. എന്നാൽ പോലെ ബൈക്കിന് എത്ര ഇവിടെ പാർക്കിംഗ് ഒരു ദിവസത്തിന്? 100 റുപ്യ. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ഓട്ടോറിക്ഷയാണ്. ഒരു ദിവസത്തിന് 300 റുപ്യ. സേഫാണ്, മനസ്സൊക്കെ സുഖമുണ്ട് പറങ്ങി പോണേന് അല്ലേ. കാരണം അവിടെ നമ്മളെ കുട്ടാപ്പനെ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്, ധൈര്യമായിട്ട് ഇറങ്ങാം. ഇവിടെ പിന്നെ പബ്ലിക് ടോയ്ലറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ആസിഘട്ടിലേക്ക് ഇറങ്ങിയാലോ നമുക്ക്?
ഈ കാണുന്ന വാഹനം കണ്ടല്ലോ ഈ ഓട്ടോ, ഇവരെ കൊണ്ട് ചില്ലറ ശല്യമൊന്നുമല്ല. പക്ഷേങ്കിൽ ഇവിടെ ഇങ്ങനെയാണ് ഗൈസ്, ഇവിടെ ഇങ്ങനെയാണ്. നമ്മൾ നെഗറ്റീവ് പറയുമെന്നല്ല ഇവിടുത്തെ, പക്ഷേ ഇവിടെ ഇങ്ങനെയാണ്. ഇവിടെ വണ്ടികൾ പാർക്കിങ് കാര്യങ്ങളൊക്കെ വളരെ എന്താ പറയുക ശോചനീയമാണ്. ഇവിടെ ഒന്നും ക്ലിയർ അല്ല. നമ്മളുടെ ഒരു ജീവിതം അനുസരിച്ച്, നമ്മുടെ നാട്ടിലെ ജീവിത സാഹചര്യം അനുസരിച്ച് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒന്നും ക്ലിയർ അല്ല. ഇവിടെയാണ് എന്താ ഗംഗാരതിയൊക്കെ നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. അവിടേക്ക് നമുക്ക് രാത്രി വരണം. നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് മണികർണ ഘട്ടിലേക്കാണ്. ഇവിടെ വെറുതെ ഒന്ന് ഈ നേരത്തെ ഇറങ്ങി തന്നെ ഉള്ളൂ. ഈ നേരത്തെ കാഴ്ച ആ നേരത്തെ കാഴ്ച നമുക്കപ്പോൾ താരതമ്യം ചെയ്യാൻ വേണ്ടി വയ്ക്കും. പിന്നെങ്കിൽ ഇവിടെയൊക്കെ നല്ല ക്ലീനഡായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്, നല്ല വൃത്തിയുണ്ട്. അതുപോലെ തന്നെ ലഘു ഭക്ഷണങ്ങളും പാനീയങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇതുമ്മൽ നിന്നിട്ടാണ് അവിടെ എവിടെയാണ് ഇത് നടക്കൽ ഞങ്ങൾക്കറിയില്ല. ഇനി ഇതുമ്മ നിന്നിട്ടാണോ അറിയില്ല. ഏതായാലും ഇതാണ് അസീഘട്ട് എന്ന് പറയുന്നത്. അസീഘട്ടിൽ ഒരുപാട് ബോട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ബോട്ട് യാത്രയൊക്കെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഒരു ബോട്ട് യാത്രയൊക്കെ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി രസം കിട്ടുന്നത്. ഈ ഘട്ട് എന്ന് പറയുന്നത് ഈ സ്റ്റെപ്പുകളെയാണ്. അങ്ങനെ ഘട്ടുകളാക്കിയിട്ട് ഇഷ്ടംപോലെ സ്റ്റെപ്പുകൾ നമുക്ക് അതുവഴിയൊക്കെ അങ്ങനെ കാണാം. ആ സൈഡ് ഒന്നുമില്ലാതെ കാണാം അല്ലേ. ആ സൈഡൊന്നും ഞങ്ങൾ ഫസ്റ്റ് ആ സൈഡ് അക്കരെ വണ്ടി പോയി കൊണ്ട് നിർത്തിയാലെന്ന് കരുതി. അക്കരെ നിർത്തണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് അങ്ങനെ പോയിട്ടൊരു ഒരു 8 കിലോമീറ്റർ പോകണം, എന്നാലേ നമുക്ക് അക്കരെ വണ്ടി നിർത്താൻ വേണ്ടി പറ്റും. അവിടുന്ന് തോണിയിൽ ഇങ്ങോട്ട് വരാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ എങ്കിൽ അതിന് 50 റുപ്യ ഒരാൾക്ക് കൊടുക്കണം. അപ്പോൾ പിന്നെ 100 റുപ്യ ഇവിടുന്ന് അങ്ങോട്ട് 100 റുപ്യ 200 റുപ്യ അതിന് വേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് 300 റുപ്യക്ക് കൊടുത്താൽ ഇട്ടാൽ പോരാ. 8 കിലോമീറ്റർ അങ്ങോട്ട് ചുറ്റിക്കറങ്ങി പോകണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇട്ടത്. അത്തരം കാര്യങ്ങൾ നമ്മളൊക്കെ അന്വേഷിച്ചുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വെറുതെ ചെയ്യുമല്ല അല്ലേ. ഇതൊരു താഴത്തെ ഘട്ടമാണ്, ഏറ്റവും താഴ്ന്ന് അങ്ങോട്ടാണ് ഘട്ടുകൾ കൂടുതലായിട്ടുള്ളത്. ആ സൈഡാണ്. എന്നാൽ പിന്നെ ഞങ്ങൾ ഈ ഘട്ടുകളുടെ ഭാഗം പിടിച്ച് അങ്ങനെ പോവാണ്. ഇതിലിങ്ങനെ പോകുമ്പോൾ നമ്മളെ ഗംഗാരതിയുടെ വിളക്കുകളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ. അതിലെ വിളക്കാണത്. ഇനി ഇതുവഴി അങ്ങനെ പോകും. അതുപോലെ തന്നെ ഇതിൽ ഇവിടെ ഒരുപാട് മാലകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും വാങ്ങി കഴുത്തിലിടണോ? ഏത് മാല? ഇത് വാങ്ങണോ? അതൊന്നും വേണ്ട, അത് വാങ്ങണോ? അതാ ഞാൻ ചോദിച്ചത്. വേണ്ടല്ലേ? ഫ്രണ്ടിന് വേണേ പോകുമ്പോൾ വാങ്ങി. ഫ്രണ്ടിനൊക്കെ ഉള്ളത് പോകുമ്പോൾ പോകാനായില്ലല്ലോ, നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി നമ്മളങ്ങനെ പോകും. ഇവിടെ എന്താ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതെന്താ ഓരോ ഘട്ടുകളെ കുറിച്ചാ? ഇത് ഓരോ ഘട്ടുകളെ കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒക്കെ ഹിന്ദിയിലാണെന്ന് തന്നെ ഉള്ളൂ. ഇത് ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയ സംഭവമാണ്, ഒരു മാപ്പാണത്. കൊള്ളാം. പിന്നെ ഇതുപോലത്തെ പഴയ ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ ഫോർട്ടിൻ്റെ രൂപത്തിൽ ചെയ്ത ഒരുപാട് ബിൽഡിങ് കാര്യങ്ങളൊക്കെ കാണാം അല്ലടാ. ഇതൊക്കെ പഴയ ബിൽഡിങ്ങുകളാട്ടോ. ലൈറ്റും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ രാത്രി ലൈറ്റൊക്കെ ഇട്ടിട്ട് ചിലപ്പോൾ നല്ല മനോഹരമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം ഇങ്ങനെ പോന്നപ്പോൾ ഒരു മത്സ്യകന്യക ബോട്ടുണ്ട് അല്ലേ. മത്സ്യകന്യക നമസ്കാരമൊക്കെ ചെയ്യുന്നൊരു ബോട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പേര് കുളിക്കുന്നുണ്ട് കേട്ടോ. ധാരാളം പേര് കുളിക്കുന്നുണ്ട്. ഇവിടെ കുളിക്കാനൊക്കെ പറ്റിയ നല്ല സ്പോട്ടാണെന്നൊക്കെ തോന്നുന്നു. നമ്മളിതിൽ വഴി അങ്ങനെ വീണ്ടും ഒരുപാട് ദൂരം നടന്നു പോകണം. 2-2.5 കിലോമീറ്റർ ഉണ്ട് നമുക്ക് നടക്കാൻ. ഇവിടെ ഉണ്ട് ഈ ചുമരുമുടൊക്കെ ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്സ്. ദേവിയുണ്ട്, അഘോരിയുണ്ട്, ശിവനും ഉണ്ട് അല്ലേ. അവരൊക്കെ ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്. ഇത് ആനന്ദമായി ഘട്ട്, അതാണ് ഈ ഒരു ഘട്ട്. ഈ ഘട്ടിൻ്റെ പേരതാണ്. അങ്ങനെ ഓരോ ഘട്ടുകളുണ്ട്. പസിഘട്ട് വരണം അവിടെയാണ്. അവിടെ നിന്ന് ഇവിടെ എത്തിയപ്പത്തിന് ഘട്ടിൻ്റെ പേര് മാറി അല്ലേ. പേരുകൾ മാറി. ഇതിലൊക്കെ ബോട്ടുകൾ ധാരാളം പോകണം. ഒരുപാട് പേര് കുളിക്കുന്നു. ബോട്ട് നമ്മൾക്ക് എടുക്കണം. നമ്മൾക്ക് ബോട്ട് എടുക്കണം. ബോട്ട് എടുക്കുകയെന്ന് പറഞ്ഞാൽ സൺറൈസിന് വേണ്ടിയിട്ട് ചിലപ്പോൾ എടുക്കുമായിരിക്കും. സൺറൈസ് ഇവിടെ കിട്ടുമോ അറിയില്ല. കാരണം ഞങ്ങളിവിടെ വന്നിട്ട് മൂടിക്കട്ടലാണ്, സൂര്യനൊന്നും കാണാനില്ല. നമ്മളിതിൻ്റെ മുമ്പ് ഒരു ഫോർട്ടിൻ്റെ അവിടെ പോയില്ലടാ. അതിപ്പോൾ എവിടെയാണ്? ഗ്രാൻഡ് കാനിയൻ ഓഫ് ഇന്ത്യ. അവിടെ പോയപ്പോൾ അവിടെ നിന്നും തന്നെ നമുക്ക് മൂടിക്കട്ടലായിരുന്നു. സൺറൈസ് കാണാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. ഇവിടെ ഞാൻ അത്തരത്തിലാണെങ്കിൽ രാവിലെ സൺറൈസിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടി എണീക്കില്ല. ഇതാണെന്നാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണെങ്കിലും അത് കാണുമ്പോൾ ഉള്ളൊരു സുഖം. അന്നത്തെ ദിവസം ഫുള്ള് മിയായി കാരണം. ഇവിടെ ഒരുപാട് പേര് മീനൊക്കെ പിടിക്കുന്നുണ്ട്, ചൂണ്ടലൊക്കെ ഇട്ടാണ്ട്. അതുപോലെ തന്നെ ഈ സൈഡ് ഫുള്ളായിട്ട് ബോട്ടുകൾ നിരനിരയാണ്. മീൻ കിട്ടിയുള്ള വലിയ മീനും തന്നെയാണ് കേട്ടോ കിട്ടി. കടുങ്ങാലി അല്ലേ. പിന്നെ ഞങ്ങൾ നിൽക്കുന്നത് ഒരു ഫോർട്ട് പോലുള്ളൊരു സംഭവമാണ്, ഒരു ബിൽഡിങ്ങാണ് അല്ലേ.
നല്ല രസമാണ് കാണാൻ. ആ അതുപോലെ തന്നെ ശിവൻ്റെ നല്ല പെയിൻറ്റിങ് ഒക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. പ്രാക്കളുടെ ഒരു പ്രധാന കേന്ദ്രമായിട്ട് ഈ ഒരു ഏരിയ മാറിയിട്ടുണ്ട് എന്നുള്ളത്. ആ തത്താളൊക്കെ ഉണ്ട്, എല്ലാ കിളികളുടെ പ്രധാന ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ പബ്ലിക് ടോയ്ലറ്റുകൾ ഉണ്ടെങ്കിൽ പോലും ആളുകൾ അതൊന്നും യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് അല്ലേ. ആ പോരുന്ന വഴിക്ക് അങ്ങനെ അടുത്തടുത്തടുത്തായിട്ട് ഒരുപാട് കെട്ടുകളുണ്ട്. ഈ കാണുന്ന കെട്ട് എന്ന് പറഞ്ഞാൽ ഹനുമാൻ കെട്ട് എന്ന് കൊടുത്തിട്ടുണ്ടാവുന്നത് അല്ലേ. ഇതിൽ തന്നെ ഒരുപാട് റൂമുകളൊക്കെ ഉള്ള ഒരു ബിൽഡിങ്ങാണത്. ഇവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ കിടക്കുന്നു. പ്രത്യേകിച്ചുള്ള പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ ഒരു ഉച്ച ടൈമായിട്ടൊന്ന് വളരെ ശാന്തതയേറി കിടക്കുവാണ്. അത് അതിനെക്കുറിച്ചുള്ള സംഭവമാണ്. ഇതിനെക്കുറിച്ച് ഇവിടെ എഴുതിയിരുന്നു. പക്ഷേ ഇതൊക്കെ കളറൊക്കെ പോയിട്ട് ഇത് വായിക്കാൻ കൂടി പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇതാ പോണ ഹനുമാൻ മലയും കൊണ്ട്. അങ്ങനെ ഒരുപാട് പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ അടുത്ത കെട്ട് അങ്ങനെ തേടി പോകാം. നമ്മൾക്ക് ഇനിയും ഏകദേശം 1.8 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നടക്കാൻ. നമ്മളിപ്പോൾ ഉള്ളത് ഹരിശങ്കര ഘട്ടിലാണ്. ഈ ഒരു ഘട്ടിൽ തന്നെ നമ്മൾക്ക് ഈ ഒരു ചിത ഒരുക്കുന്നതും അതുപോലെ തന്നെ അവിടെ ചിത എരിയുന്നതൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് വിറകുകളെ കട്ടിയിട്ട് വിറകുകൾ കൊത്തിമുറിച്ച് പാകമാക്കുന്ന അത്തരം കാഴ്ചകളൊക്കെയാണ് ഹരിശ്ചന്ദ്ര ഘട്ടിൽ നമ്മൾ കാണാൻ വേണ്ടി സാധിച്ചത്. നമ്മൾ മണികർണ ഘട്ടിലേക്ക് എത്തുന്നതുള്ളൂ. മണികർണ ഘട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ളൊരു ഘട്ടിലെ ഒരു കാഴ്ചയാണ് ആ ഒരു കണ്ടത്. ഇതിനിടയിലേക്ക് ഇത്തരത്തിലുള്ള സ്വാമിമാരൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അങ്ങനെ കുറേ ആളുകൾ ഇവിടെ ഉണ്ട്. ഞങ്ങളൊന്ന് കാവേരിയിലേക്ക് ഇറങ്ങി വന്നതാണ്. ഇറങ്ങി വന്നെന്ന് പറയുമ്പോൾ ഡിപ്പതിയ ഘട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടിൻ്റെ അവിടെ അങ്ങനെ നോക്കുമ്പോൾ ഇവിടേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് ഇവിടെ ഒരാൾ വളരെയധികം ഗംഭീരമായിട്ട് ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സൈഡാണ് അദ്ദേഹം വരച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ സംഭവം സൂപ്പറായി. ഏതായാലും നമ്മളെ സ്വീപ്പാക്കുന്നില്ല, അവരങ്ങനെ വരയ്ക്കട്ടെ അല്ലേ. ഇപ്പോൾ ആ കാണുന്ന ആ ഒരു ഗോപുരമാണ് വരച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. പിന്നെ ഇതിലൊന്നും ഇവിടേക്ക് താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ മനസ്സിലായത് ഇതിലൊന്നും ഒരു വലിയൊരു വൃത്തിയൊന്നുമില്ല അല്ലേ. ഇവിടെ ശിവലിംഗങ്ങൾ ഇങ്ങനെ പലയിടങ്ങളിലായിട്ട് ചെറുതും വലുതുമൊക്കെ കിടക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ ഒരുപാട് ബോട്ടുകൾ റിപ്പയർ ചെയ്യുന്നത്, പുതുതായിട്ട് ഉണ്ടാക്കുന്നത്, അത്തരത്തിലുള്ള കാഴ്ചകളുണ്ട്. ബോട്ട് സഫാരി ആണെങ്കിൽ നിൽക്കാതെ അൺലിമിറ്റഡ് നടന്നുകൊണ്ടിരിക്കുവാണ്. അതിൻ്റെ റേറ്റും ചോദിച്ചു നോക്കണം. അക്കരയിൽ നല്ല ഇതുണ്ട്, എന്താ ഒട്ടക സഫാരിയൊക്കെ നടക്കുന്നുണ്ട്. ഏതായാലും നമ്മൾക്ക് ഇനിയുണ്ട് മണികർണയിലേക്ക്. ഇപ്പോൾ 1.5 ഇനി എത്രയോ കിലോമീറ്റർ, 1 കിലോമീറ്റർ ഉണ്ടാവും. 1 കിലോമീറ്റർ ഉണ്ടാവും. നോക്കട്ടെ. 1.1 ഉണ്ട്. അവൾ വരച്ചിട്ടുള്ള പെയിൻറ്റിങ് ഒക്കെയാണ് തോന്നുന്നത്. ഫോർ സെയിൽ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ ബന്ധപ്പെട്ടാൽ മതി, സാധനം കിട്ടുന്നുണ്ടാവാം. നല്ല രീതിയിൽ നല്ല വൃത്തിയിൽ നല്ല മനോഹരമായിട്ട് വരച്ച് വെച്ചതാണ്. ഒരുപാട് നേരത്തെ എന്താ പറയുക ക്ഷമയോട് കൂടിയുള്ള വരയായതുകൊണ്ട് തന്നെ അതിമനോഹരമായിട്ടുണ്ട്. ഈ ഒരു അതൊക്കെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ഓരോ സംഭവങ്ങളോ പിന്നെ അവരുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഉണ്ടാവും. കലാകാരൻ്റെ മനസ്സ് നമ്മൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂല. ഇപ്പം അതാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അല്ലേ. ചെറുതൊന്നല്ല, വലിയ ടീമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക സ്കൂൾ ട്രിപ്പ് കോളേജ് ട്രിപ്പൊക്കെ വരുന്ന ആളുകൾക്കൊക്കെ അവർക്ക് എല്ലാവർക്കും അവിടെ ഒരുമിച്ച് പോകാനുള്ള സൗകര്യമുള്ള ബോട്ടുകളൊക്കെ ഉണ്ട്. ഇവിടെ കുറേയൊക്കെ ആഘോരികളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ പോകുന്നപ്പോഴേക്ക് ഈ ഘട്ട് എന്ന് പറയുന്നത് ദർബനാഗ ഘട്ട് എന്നാണ്. ദർബനാഗ ഘട്ട്. നമ്മളുടെ ബാക്കിൽ ഒരു എന്താ പറയുക ഒരു സ്വാമിയുണ്ട്. സ്വാമി ഞങ്ങളൊന്ന് ഇടാൻ വേണ്ടി നോക്കി. അപ്പോൾ അത്തരം കേസുകളുണ്ടാവും. അതായത് എൻ്റെ കയ്യിൽ ഒരു 10 ഉറുപ്പ്യൻ്റെ നോട്ടിൽ ഒരു പൂവ് മടക്കി പിടിച്ച് തന്നു, ചുറ്റി മല്ലികപ്പൂവ്. എന്നിട്ട് അത് മൂപ്പരിൻ്റെ കയ്യിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, മുറുക്കി പിടിച്ചിട്ട്. അപ്പോൾ അതെന്തായി അറിയോ, ഒരു രുദ്രാക്ഷമായിട്ട് മാറി. അപ്പോൾ മൂപ്പര് നല്ല രീതിയിൽ മാജിക്ക് പഠിച്ച ഒരാളാണ്, നല്ലൊരു മജിഷ്യനാണ്. അതാണ് ഞാനായിരുന്നു മനസ്സിലാക്കുന്നത്. ഇവിടെ ഒരുപാട് സ്വാമിമാരൊക്കെ ഇതേപോലെ ഇരിക്കുന്നുണ്ട്, ദർശനങ്ങളും മറ്റുമൊക്കെ ആയിട്ട്. അത്തരം കാഴ്ചകളൊക്കെ ഉണ്ട്. കുക്കുവിനെ എന്നെ ഒന്ന് അനുഗ്രഹിച്ചൊക്കെ ചെയ്ത് ഞങ്ങൾ 10 ഉറുപ്പ്യ ഞങ്ങളടുത്ത് പോയിട്ടോ. ഒരു 10 ഉറുപ്പ്യ ഞങ്ങൾ കൊടുത്ത് എങ്ങനെയാണ് ഞങ്ങളതൊരു ചായക്കായി മൂപ്പര് കൊടുത്താണ്. ഏതായാലും ഇവിടെയൊക്കെ അല്ലേ, ഇവിടെ വെക്കുമ്പോൾ ജീവിക്കേണ്ട എന്തായാലും. പക്ഷേ എങ്കിൽ അത് പോരാ മൂപ്പർക്ക്. 10 ഉറുപ്പ്യ കൊടുത്തപ്പോൾ ഒരു മാജിക്ക് നമുക്ക് കിട്ടി. 10 ഉറുപ്പ്യക്ക് ഞങ്ങൾക്കൊരു മാജിക് കിട്ടി. പക്ഷേ ഞങ്ങളത് കേട്ടിട്ടില്ല. മൂപ്പർക്ക് ഒരു ചായക്കായി 10 ഉറുപ്പ്യക്ക് ഒരു ചായ ഇട്ടു ഇവിടെ. അത് കുടിച്ചോട്ടെ എഴുതി കൊടുത്താണ് അല്ലടാ.
പിന്നെ ഇപ്പം എന്താ ഈ ഒരു കെട്ടിൻ്റെ പേര് ദശസ്മേത് ഘട്ട്. അത് ദശസ്മേത് ഘട്ടിൽ അട്ടപ്പയാണുള്ളതെന്നാ. അത് കാണാൻ ഒരുപാടുള്ളൊരു ഘട്ടമാണ്. കുറച്ചും കൂടി അലങ്കരിച്ചിട്ടും കൊടികൾ കുത്തിയിട്ടും ഒക്കെയുള്ള ഘട്ടമാണ്. അതുപോലെ തന്നെ എല്ലാവരും വളരെയധികം ഭക്തിയോടുകൂടി കാണുന്ന ഒരുപാട് സ്വാമിമാരെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ വേറെ സ്ഥലം കൂടി ഉണ്ട് നിൽക്കാനൊക്കെ വേണ്ടിയിട്ട്. ഇവിടെ എന്താ ഒരു ശിവരൂപം കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളിങ്ങനെ നടക്കണം ഹേസ് അല്ലേ. ഫോട്ടോ എടുത്തതൊക്കെ നോക്കുന്നുണ്ട് ആള്. ആ ആണോ ശിവൻ. പിന്നെ ഇവിടെ ഒരുപാട് പേര് ഇങ്ങനെ കാഴ്ചകളും കണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത്. റെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആണത്. അതിൻ്റെ മേലെ കയറിയിട്ടൊക്കെ നോക്കാൻ തോന്നുന്നു. ഞങ്ങളിപ്പോൾ ഉള്ളത് ലളിതാഘട്ടിലാണ്. ലളിതാഘട്ടിൽ ഒരുപാട് ഗാർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പോലീസുകാരൊക്കെ ഗണ്ണും കൊണ്ട് നടക്കുന്നുണ്ടല്ലോടാ. ഇവിടെ തന്നെ ഒരുപാട് കച്ചവടങ്ങളൊക്കെ ആയിട്ട് വളരെ സുന്ദരമായി കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ബിൽഡിങ്ങൊക്കെ കാണാൻ തന്നെ ഒരു വളരെ പഴമയുള്ള ബിൽഡിങ്ങുകളാണ്. ഇഡ്ഡലി വട അതൊക്കെ ഇവിടെ ധാരാളമായിട്ട് കിട്ടും. പിന്നെ ഇവിടെ ഒരു ഷെഡാണ്. ഈ ഒരു ലളിതഘട്ടിൽ മാത്രമാണ് ഇപ്പോൾ ഇത് കണ്ടത്. ഒരു ഷെഡ് വിശ്രമ സ്ഥലമാണ്. നമുക്ക് കുറച്ച് പേരെ കിടക്കാം, ഇരിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതിനകത്ത് ഒരുപാട് പേര് കിടക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്. പിന്നെ എന്തിനോ വേണ്ടി പല ആളുകൾ എന്തെന്നറിയാതെ ഇരിക്കുന്നവരുണ്ട് അല്ലേ. ആ ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഷെഡ്. വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന നിലവും അതിൻ്റെ സൈഡ് ഭാഗങ്ങളെല്ലാം വളരെ വൃത്തിയിൽ കിടക്കുന്ന സ്ഥലമാണ്. നല്ല കട്ടയൊക്കെ പതിച്ച് അല്ലേ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ആർക്കും ഒന്ന് കിടന്നുറങ്ങാനൊക്കെ വേണ്ടിയിട്ട് തോന്നും. കാരണം നല്ല കാറ്റുമുണ്ട്. വിശ്രമ സ്ഥലം. അങ്ങനെ 2.5 കിലോമീറ്റർ ദൂരം നടന്ന് ഞങ്ങൾ ഈ മണികർണിക ഘട്ടിലേക്ക് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് നിങ്ങളോട് എത്തരത്തിലാണ് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളൊരു 10 മിനിറ്റോളം ഇവിടെ നിന്നിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഒരുപാട് ചിതകൾ കത്തുന്നു. 1 2 അല്ല, എണ്ണമില്ലാത്ത അത്രയും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വിറകുകൾ അട്ടിയിട്ടിട്ടുണ്ട്. ഇനിയും വരുന്ന അതിഥികൾക്ക് ഇവിടെ നിന്ന് മോചനമേകാനായിട്ട് ഇനിയും വിറകുകൾ ഇവിടെ റെഡിയാണ്. നമ്മളൊന്നുമല്ല എന്ന് മനസ്സിലാക്കി തരുന്ന കാഴ്ച അത് ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അല്ലടാ. പിന്നെന്താ. പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ബിൽഡിങ്ങൊക്കെ ശ്രദ്ധിച്ചാൽ ഞങ്ങൾ ഒക്കെ വളരെ നല്ലൊരു ഗോപുരമാണ്. നല്ല അടിപൊളി വർക്കാണ് ഗോപുരത്തിൻ്റെ. അതിലൊരുപാട് സൗണ്ടുകളൊക്കെ ആയിട്ട് ഇനിയും ഒരാൾ കൂടി ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. കുറേ നേരം ഞങ്ങൾ നോക്കി നിന്നു. ഇദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് ഗംഗയിൽ മുക്കിയെടുത്ത് ഗംഗയിലെ വെള്ളം തന്നെ 3 പ്രാവശ്യം ഒഴിച്ചുകൊണ്ട് 3 പ്രാവശ്യം, അതായത് അവസാന തുള്ളി വെള്ളം എന്ന് പറയില്ല നമ്മൾ, അത് ഈ ഗംഗയിലെ വെള്ളം തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഏകദേശം ഇവിടെ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറിനടുത്തേക്ക് നിന്നു. ഇപ്പോൾ ഇവിടെ റിട്ടേണാണ്. നമ്മൾ തിരിച്ചിട്ട് ഇനി നമ്മുടെ വണ്ടി നിൽക്കുന്നിടത്തേക്ക് തന്നെ പോവാണ്, അസിഘട്ടിലേക്ക്. അപ്പോൾ നേരെ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ട് വേണം പോവാൻ. സത്യം പറഞ്ഞത് മനസ്സിൽ നിന്ന് പോകുന്നില്ല കാഴ്ചകൾ. നമ്മളൊന്നും അല്ല എന്നുള്ളത് കാണിച്ചു തരുന്നത് സത്യമാണ്. നമ്മൾ പല യൂട്യൂബേഴ്സിൻ്റെയും വീഡിയോകൾ കാണുമ്പോൾ അതിലൊക്കെ അവർ പറയുന്നൊരു കാര്യമാണ് നമ്മളൊന്നുമല്ല എന്നുള്ളത്. അതെ, അത് സത്യമാണ്. നമ്മളൊന്നുമല്ല. നമ്മൾ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള അഹംഭാവവും എന്തൊക്കെയാണ്. ഇവിടെ ഇത് വന്ന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ഒന്നുമല്ല എന്ന് മനസ്സിലാവും. ഒന്നുമല്ല. ഞങ്ങളങ്ങനെ ഈ ഗില്ലിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന പൂജാ വസ്തുക്കൾ കാര്യമൊക്കെ ഉണ്ട്. അവർ തന്നെ ലോക്കർ ഫ്രീ ഉണ്ട്. അപ്പോൾ അവരുടെ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ലോക്ക് ചെയ്ത് തരും അവരുടെ നമ്മളെ മൊബൈലും കാര്യങ്ങളൊക്കെ. ഇനി ഇതിലെങ്ങനെ പോവാം. നമുക്ക് ഭക്ഷണം അവിടെ നിന്ന് കിട്ടാറില്ല. സമയം ഏകദേശം 2:30 ഇതിൻ്റെ ഉള്ളിൽ വലിയൊരു മാർക്കറ്റ് തന്നെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എന്താണ് സാധനം? പായസം അങ്ങനെ എന്തോ ആണ്. ഇതിനകത്ത് വലിയൊരു മാർക്കറ്റ് തന്നെ ഉണ്ട് ഗൈസ്. നമ്മൾ നിസ്സാരമല്ല ഇത് കാണും. അതുപോലെ തന്നെ തുണി ഷോപ്പുകൾ അങ്ങനെയുള്ള. പിന്നെ അത് മാത്രമല്ല, ബൈക്കായിട്ട് ഇവർ ഇതിനകത്ത് കൂടെ പോകുന്നുണ്ട് എന്നുള്ളതാണ്. ബൈക്കും കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ട്. നമ്മൾ നടന്ന് മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത്. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ മൊത്തത്തിലൊരു വലിയ ഡെവലപ്പൊന്നും ഇല്ലാത്ത സംഭവങ്ങളാണ്. അധികം ഇവിടെ കാണുന്ന ഒരു പൂജാവസ്തു സംബന്ധമായിട്ടുള്ള സംഭവങ്ങളാണ്. പൊട്ടിച്ചു, ആ ചെറുക്കനെ പൊട്ടിച്ചടാ. നടക്കാൻ തന്നെ ഗ്യാപ്പില്ല.
അണ്ടങ്ങൾ ഇതേപോലെ ഹോൺ അടിച്ച് അങ്ങനെ പോകും ഇവർ. വല്ലാത്ത ഏരിയ ആൾക്കാർ. ഇതുപോലത്തെ ഒരാളെ ഞങ്ങൾ ഇപ്പോഴാട്ടോ കാണുന്നത്. ഇത്രയും ഭസ്മൊക്കെ പൂശിയ ഒരാൾ. ഞങ്ങൾ ഇവിടുന്ന് ഇഡ്ഡലി കഴിച്ചു, ഇഡ്ഡലിയും വടയും കഴിച്ചു, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. ഇനി അത് മതി തൽക്കാലം അല്ലേ, നമുക്ക് അതിനൊക്കെയുള്ള വിശപ്പകതന്നെ ഉള്ളൂ. ഇനി നമ്മൾ നേരെ അസിഘട്ടിലേക്കാണ്. അസിഘട്ടിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. നമ്മൾ നടന്നാണല്ലോ പോകുന്നത്. നടന്ന് പോകുമ്പോഴാണ് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കിട്ടുന്നത്. ഇതിൽ ഒരുപാട് കച്ചവടങ്ങൾ, കാര്യം സൈക്കിൾ വണ്ടി അങ്ങനെ തുടങ്ങിയ ഒരുപാട് സംഭവങ്ങളുണ്ട്. നല്ല രസമാണ്. അതുപോലെ തന്നെ ഫുഡ് ഇവിടെ ധാരാളമായിട്ട് കിട്ടും. വലിയ റേറ്റൊന്നും ഇല്ല, എന്നാലും ബിരിയാണിയൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ളിന് 160 റുപ്യൊക്കെയാണ്. പാർക്കിങ്ങിൽ എത്തിയിട്ട് നമ്മുടെ വണ്ടിയിൽ കുറച്ച് നേരം പിന്നെ റെസ്റ്റ് എടുക്കാമെന്ന് കയറി. അതിലൊക്കെ നടന്ന് കുഴങ്ങിയില്ലേ. അപ്പോൾ എന്താ വെച്ചാൽ ആരതി തുടങ്ങാൻ വേണ്ടിയിട്ട് 6:30 പോയാൽ മതി. ഒരു 7 മണിയൊക്കെ ആവും, ഒരു 8 മണി വരെയൊക്കെ ആയി. എങ്ങനെയാണ് നമുക്കറിയില്ല, നമ്മൾ മുമ്പ് കണ്ടിട്ടൊന്നുമില്ല. നമുക്ക് ഇവിടുത്തെ ഉള്ളൊരു അറിവാണ്, ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി നോക്കിയതാണ്. അപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഏതായാലും നോക്കാം, കാണാൻ പോണ പൂരല്ലേ. ഞങ്ങളങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 6:10 6:10 സ്ഥിതിക്ക് ഗംഗാരതി കണ്ടാലോ പോയണ്ടേ അല്ലേ. ഗംഗാരതി അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് അസിഘട്ടിൽ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അസിഘട്ടിൽ നമ്മുടെ ഫസ്റ്റത്തെ പരിപാടി നമ്മൾ അതിലൊക്കെ കറങ്ങി അടിച്ച് പോന്നു, ഘട്ടുകളൊക്കെ പോന്നു. ഈ ഗംഗാരതി ഒന്ന് കാണാം. ഈ വൈകുന്നേരം സമയമായപ്പോഴേക്ക് ധാരാളം ആളുകളാട്ടോ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇല്ലടാ, നേരത്തെ പോലെ അല്ല, ഇപ്പം നല്ല ആളുകളുണ്ട്, ഇഷ്ടം പോലെ ആളുകളാണ്. ജനങ്ങളെ കൊണ്ട് സത്യം പറഞ്ഞാൽ റോട്ടിൽ തടയണ മാതിരിയായി. അതിൻ്റെ ഇടയിൽ കൂടെ വണ്ടികളും ഈ ബൈക്കുകളും ഓട്ടോറിക്ഷയും സൈക്കിൾ റിക്ഷയും ഒക്കെ ഉണ്ട്. എല്ലാ വണ്ടികളും ഉണ്ട് ഇതിൽ. മക്കളെ ജനസാഗരാട്ടോ, ജനസാഗരമാണ് ഈ കാണുന്നത്. അതിനേക്കാൾ കൂടിയുണ്ട്. ഇവിടെ എന്താ സ്റ്റേജിൽ ഇരുന്നാണ്ട് കുറച്ച് പ്രാർത്ഥന അല്ലേ, ഭജനയുണ്ട്. മക്കളെ നേരത്തെ കണ്ട ഗംഗയല്ല, നേരത്തെ കണ്ട അസിഘട്ടല്ല ഇപ്പോൾ കാണുന്ന ഈ അസിഘട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് ആളുകളായിട്ടേ ഇപ്പോൾ ഇവിടെ നമ്മളെ ബോട്ടിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ആളുകൾ ക്ഷണിക്കുന്നുണ്ട്. ഉണ്ടോ, ബോട്ടിനൊക്കെ വേണ്ടിയിട്ട് ആളുകൾ ക്ഷണിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ അവിടെ സെൽഫി സ്പോട്ട് കാര്യങ്ങൾ റീൽസാണ് അല്ലേ, റീൽസ് ഉണ്ടാക്കി തരും. ഇവിടെ ബോട്ടുണ്ട്, നമ്മൾ പക്ഷേ ബോട്ട് എടുക്കുന്നില്ല അല്ലേ, ഇല്ല വേണ്ട, വെറുതെ ബോട്ട്. അതുപോലെ തന്നെ സ്ട്രീറ്റ് ഫുഡുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ലഘുഭക്ഷണങ്ങളും അതുപോലെ തന്നെ ശീതള പാനീയങ്ങളും ഒക്കെ ഫുൾ പവറായി കിടക്കുവാണ് നമ്മളുടെ ഒരു അസിഘട്ട് എന്ന് പറയുന്നത്. ഇത്രയും ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതിലൊരുപാട് ആളുകൾ അവിടെ ആ ഒരു സ്റ്റെപ്പുമ്മലൊക്കെ ഗട്ടിലൊക്കെ ഇരിക്കുന്നുണ്ടോ, എല്ലാവരും ഗട്ടുകളിൽ ഇരിക്കുവാണ് ചെയ്യുന്നത്. നല്ല രസകരമായുള്ള കാഴ്ച. കാരണം നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചല്ലായിരുന്നു. ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്ന് ഉണർന്നു ഞങ്ങൾ അല്ലേ. ഉച്ചക്ക് നമ്മൾ കണ്ടല്ലേ ഇവിടെയൊക്കെ. ഉച്ചക്ക് ഇവിടെ ഒന്നും പോരല്ലോ. ഇപ്പോൾ ഈ സൂര്യൻ താന്നപ്പോഴേ ഇവിടെ ബോട്ടിക്ക് ആളെ വിളിച്ച് കയറ്റുന്ന തിരക്കിലാണ് അവിടുത്തെ ആളുകളൊക്കെ. ബോട്ടിക്ക് ആളെ വിളിച്ച് കയറ്റുവാണ്. ഇവിടുന്ന് ഇവിടേക്ക് അവർ പോകണാവോ. 50 റുപ്യാണ് ഒരാൾക്ക്, 50 റുപ്യാണ് ഒരാൾക്ക് അങ്ങോട്ട് അല്ലേ. അപ്പോൾ അതിലാണ് പോവാ അക്കരക്ക്. എന്നിട്ട് എന്താ പരിപാടി, അതൊരു വെറുതെ ഒരു ബോട്ട് റൈഡോ, അവിടെ കറങ്ങി തിരിച്ചു പോരില്ല. ഏതായാലും നോക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്ക് കണ്ടിട്ട് ഇങ്ങനെ താല്പര്യം കൂടുതലാണെങ്കിൽ ഒന്ന് കയറി നോക്കാം. അതായത് അപ്പോൾ ഇവിടെ ആയിരിക്കും ഗംഗാരതി നടക്കുക അല്ലേ. ഇതേക്കെ ലൈറ്റ് ഡെക്കറേഷനും കാര്യമൊക്കെ ആയിട്ട് ഈ പറഞ്ഞ സംഭവമൊക്കെ ഇപ്പോഴാണ് ഇവിടെ സെറ്റപ്പ് ആക്കിയത്. കുട ഉണ്ടായിരുന്നു, ലൈറ്റൊക്കെ ഓണാക്കിയപ്പോൾ ഒന്നും കൂടിയും ഉഷാറായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിൽ അങ്ങോട്ട് ആളുകൾ ഇരിക്കുന്ന അണ്ടങ്ങളൊക്കെ അവർ കെട്ടിലാണ് ഇരിക്കുന്നത് അല്ലേ. നന്നായിട്ട് ആള് കയറിയില്ലടാ. ഇതിൻ്റെ കാര്യം എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അതായത് ഇവിടുന്ന് അവർ വിളിച്ച ആളുകളെ കയറ്റണം, അതായത് ഓരോ ഘട്ടിലേക്കാണ് അവർ വിളിക്കുന്നത്. जरूरतमंद लोगों को जय मां गंगा सेवा समिति नित्य प्रति भोजन भी प्राप्त कराती है. गरीब असहाय मजलूम जरूरतमंद लोगों को. എന്തോ കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചതിന് ശേഷം പെട്ടെന്ന് എല്ലാവരും പ്രാർത്ഥനയിലേക്ക് പോയി. ഞാനും കുക്കും അത് കുറേ നേരം അതിശയത്തോടെ നോക്കി നിന്നു.
ശംഖുവിളിക്ക് ശേഷം ആരതിയുടെ പല ഘട്ടങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ഇതിന് ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവർ കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് വീഡിയോക്ക് ബുദ്ധിമുട്ട് ഏർപ്പെടുത്തും എന്ന് കരുതിയിട്ടാണ് കേൾപ്പിക്കാത്തത്. പ്രോഗ്രാം കഴിഞ്ഞ് പോണ തിരക്കായി കഴിച്ചു. എല്ലാവരും പോവാണ്, ഓട്ടോറിക്ഷകൾക്കൊക്കെ ആളായി അവരങ്ങനെ പോവാണ്. ആളുകൾ വരുന്നുള്ളൂ. ഞങ്ങൾ നേരത്തെ കൊണ്ട് കയറി പോകുന്നതാണ്. അത് കയറിയില്ലേ? അതെ ചങ്ങന്മാരെ. അപ്പം ഞങ്ങൾ റൂമിലെത്തിയിരിക്കണം. ഞങ്ങളുടെ വാരണാസിയിലെ ഇന്നത്തെ റൂം നമ്മളുടെ വണ്ടി തന്നെയാണ്. ബെഡ് ഇടണം. ഞങ്ങളിവിടെ ഞാൻ പറഞ്ഞില്ല പാർക്കിങ്ങിലാണ്. പാർക്കിംഗ് ഫീസ് കൊടുത്ത് നമ്മളൊരു വലിയ പാർക്കിംഗ് ഫീസ് കൊടുത്താണ് നിൽക്കുന്നത്. ഏതായാലും കുഴപ്പമൊന്നുമില്ല, ഇവിടെ സേഫാണ്. അവരും ഉണ്ട് ഇവിടെ അല്ലേ ഇടയ്ക്ക് രണ്ടാളൊക്കെ അവരും ഇവിടെ ഉണ്ട്, പാർക്കിങ്ങിലുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യാനൊക്കെ പറ്റിയ പാർക്കിംഗ് ആണ്. അത്തരത്തിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ മൂപ്പർ വന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ നമ്മൾ പോയിട്ടോ. ഏതായാലും ഇന്നത്തെ ദിവസം നമ്മൾ പോയിരുന്നത് ഘട്ടുകൾ കാണാനും അതുപോലെ തന്നെ ഒരു തീ അണയാത്ത തീ അല്ലേ. സത്യം പറഞ്ഞാൽ 2 തരം ഫീലായിരിക്കുന്നുണ്ടായത്. ഒന്ന് ഈ അസീഘട്ടിൽ നിന്ന് മണികർണഘട്ടിലേക്ക് പോയപ്പോൾ അവിടെ എത്തി ആ ഒരു കാഴ്ച കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ ഒന്ന് കാണാൻ പൂതിയായി. എന്തോ മനസ്സിക്ക് അവരൊക്കെ ഒന്ന് കാണാനൊരാഗ്രഹം പെട്ടെന്ന് വന്നു. അവിടെ നിന്ന് അത് കഴിഞ്ഞ് ഇവിടെ എത്തി. ഇവിടെ നിന്ന് പിന്നെ ഗംഗാരതി കാണാൻ വേണ്ടി ഇവിടെ തന്നെയാണ്, നമ്മളതിൻ്റെ അടുത്ത് തന്നെയാണുള്ളത്. അവിടെ പോയപ്പോൾ ആ ഒരു ഫീല് മനസ്സിൽ നിന്നോട് പോയി. ആദ്യത്തെ ഫീലിംഗ് അത് പോയി. വേറൊരു ഊർജം നമുക്ക് കിട്ടി. പിന്നെ ഇത് കാണാൻ വളരെ മനോഹരമായിട്ടുള്ളൊരു പരിപാടി തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് നമ്മൾക്ക് പറഞ്ഞു തരാൻ വല്ലാതെ സംഭവിക്കൂല. ഇതിനെക്കുറിച്ച് എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇത് കണ്ട് കാഴ്ച തന്നെയാണ്. കണ്ട് നമ്മളെ കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും കാണേണ്ട കാഴ്ച. പറഞ്ഞു കൊടുക്കുമ്പോ ആ ഒരു ഇത് കിട്ടൂല നമുക്ക്, അത് കഴിയണില്ലക്ക്. ഏതായാലും അത്തരത്തിലായിരുന്നു ഇന്നത്തെ ദിവസം. നമ്മൾ കുറച്ച് ഗല്ലിയുടെ കുറച്ച് ഭാഗങ്ങൾ പോയി. പക്ഷേ നാളെയൊക്കെ നമുക്ക് ഗല്ലിയൊക്കെ എടുക്കണം. നാളെയൊക്കെ നമുക്ക് ഉഷാറാക്കണം പരിപാടി. കുറച്ചും കൂടി കാര്യങ്ങൾ ഒക്കെ ഒന്നും കൂടി എന്താ പറയുക, മൊത്തത്തിൽ വാരണാസിനൊന്ന് കാണാനുണ്ട്. ഞാൻ പിന്നെ പറഞ്ഞ പോലെ ഞങ്ങൾ ബെഡ് ഇടാനുള്ള പരിപാടിയാണ്. ബെഡ് ഇടുമ്പോൾ എന്താ വെച്ചാൽ ലൈറ്റില്ല, ഇവിടെ തീരെ ലൈറ്റില്ല. നമ്മുടെ വണ്ടിയിൽ ലൈറ്റുള്ളൂ. അപ്പോൾ വണ്ടിയിൽ നിന്ന് തീരെ എടുക്കാത്തതുകൊണ്ട് ബാറ്ററി ഇറങ്ങാനൊക്കെ സാധ്യതയുണ്ട്. നമുക്ക് ചാർജിങ് കാര്യമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതേപോലെ നാളെ വണ്ടി എടുത്തിട്ടില്ലെങ്കിൽ ഈ ലൈറ്റ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ബാറ്ററിക്ക് പണി കിട്ടും. ഇനി അതും കൂടി മാറ്റാൻ വയ്യ അല്ലേ, അല്ലാത്തൊക്കെ അയക്കണം. ഞാൻ പിന്നെ പറഞ്ഞ പോലെ ഞങ്ങൾ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് നാളെ രാവിലെ വരാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.